Yes, hello dears, good evening. അപ്പോൾ എല്ലാവരും അഞ്ചാമത്തെ ചാപ്റ്ററിന്റെ മോർ ക്വസ്റ്റ്യൻസ് ചെയ്യാൻ റെഡി അല്ലേ? യെസ്. അപ്പോൾ എല്ലാവരും ചായ ഒക്കെ കുടിച്ച് നല്ല ഉഷാറായിട്ടിരിക്കാന്ന് കരുതുന്നു. സോ നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഞ്ചാമത്തെ ചാപ്റ്ററിലെ മോർ ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, അപ്പോൾ ഇതാ എല്ലാ മോർ ക്വസ്റ്റ്യൻസും നമ്മൾ കവർ ചെയ്തിട്ടുണ്ട് കേട്ടോ. എല്ലാ ചാപ്റ്ററിലെയും 1, 2, 3, 4 ചാപ്റ്റേഴ്സിന്റെ മോർ ക്വസ്റ്റ്യൻസ് എല്ലാം കവർ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾക്കിനി ഈ ഒരു അഞ്ചാമത്തെ ചാപ്റ്ററിലേക്ക് കൂടി നമുക്കൊന്ന് വർക്കൗട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് നേരെ ഇതാ ചാപ്റ്ററിലേക്ക് കിടക്കാം. യെസ്, നമ്മുടെ 5th ചാപ്റ്റർ ആയ സെക്കൻഡ് ഡിഗ്രി ഇക്വേഷൻ എന്ന് പറയുന്ന ചാപ്റ്ററിലെ ക്വസ്റ്റ്യൻസ് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ആൻഡ് ദ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നു. എന്താണ് ഇവിടെ പറയുന്നത്? വൺ ആഡഡ് ടു ദി പ്രൊഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്. എന്താണ് ഈ കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് കിടക്കുന്ന നമ്പർ അല്ലെ. 2, 3 അവർ രണ്ടുപേരും അടുത്തടുത്ത് കിടക്കുന്നല്ലേ. 4, 5 രണ്ടുപേരും അടുത്തടുത്ത് കിടക്കുന്ന നമ്പേഴ്സ് അല്ലേ ഈ കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ്. ഓക്കെ, ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ ആരൊക്കെയാണ്? 2, 4, 6, 8 അല്ലെ, ഇവരാണ് എന്ത്? ഇരട്ട സംഖ്യകൾ. അപ്പോൾ കോൺസിക്യൂട്ടീവ് ഈവൻ നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? അടുത്തടുത്ത് കിടക്കുന്ന ഇരട്ട സംഖ്യകൾ. ഓക്കെ ആണല്ലോ. ഓക്കെ, അപ്പൊ ഞാൻ ജസ്റ്റ് 4ഉം 6 എന്ന് പറയുന്ന നമ്പേഴ്സ് എടുക്കുവാണ്. ഓക്കെ, അപ്പൊ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് വൺ ആഡഡ്, ഒന്ന് കൂട്ടുന്നു. എന്തിനോട്? പ്രൊഡക്റ്റ് ഓഫ് ടു കോൺസിക്യൂട്ടീവ് ഈവൺ നമ്പേഴ്സ്. അപ്പോൾ ഈ ഈവൺ നമ്പേഴ്സ് എന്ന് പറയുന്നത് നമുക്ക് അറിയാവോ? ഇല്ല. അപ്പോൾ നമുക്ക് അറിയാത്ത ആൾക്ക് നമ്മളൊരു പേര് കൊടുക്കുന്നുണ്ട് അല്ലേ. ആരാണ് ആ പേര്? എക്സ് എന്ന് പറയുന്ന പേര് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആദ്യത്തെ ഈവൺ നമ്പർ ഇരട്ട സംഖ്യക്ക് ഞാൻ എക്സ് എന്ന് കൊടുത്തു. ഓക്കെ, അപ്പോൾ ആദ്യത്തത് എക്സ് ആണെങ്കിൽ അടുത്ത കോൺസിക്യൂട്ടീവ് അല്ലെ, കോൺസിക്യൂട്ടീവ് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ അടുത്തടുത്ത് കിടക്കുന്ന ഇരട്ട സംഖ്യകൾ. ആദ്യത്തത് എക്സ് ആണെങ്കിൽ രണ്ടാമത്തെ ആളെ കണ്ടുപിടിക്കാനായിട്ട് 4 കഴിഞ്ഞാൽ അടുത്ത ഈവൻ നമ്പർ 6 ആണ്. 4ന്റെ കൂടെ എത്ര കൂട്ടുന്നു? 2 കൂട്ടുന്നു. സോ 4 എന്ന് പറയുന്നത് എക്സ് ആയിട്ട് എടുത്താൽ അടുത്ത ഈവൻ നമ്പർ എന്ന് പറയുന്നത് x+2 ആയിരിക്കണ്ടേ? ഇത് ക്ലിയർ ആയോ? ഓക്കെ ആണോ? യെസ്. അങ്ങനെയാണെങ്കിൽ നെക്സ്റ്റ് ഈവൻ നമ്പർ, അടുത്ത ഈവൻ നമ്പർ എന്ന് പറയുന്നത് എന്തായിരിക്കും? x+2 ആയിരിക്കും. ഓക്കെ, അപ്പൊ 2 നമ്പേഴ്സ് ഇനി നമ്മൾക്ക് കിട്ടി. ഇനി എന്താണ് ക്വസ്റ്റ്യനിൽ പറയുന്നത്? വൺ ആഡഡ് ടു ദി പ്രൊഡക്റ്റ് അല്ലെ. പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഈ 2 ഈവൺ നമ്പേഴ്സിന്റെയും ഗുണനഫലത്തിന്റെ കൂടെ ഒന്ന് കൂട്ടുന്നു. അപ്പൊ നമുക്ക് നോക്കിയേക്കാം. ഈ 2 പേരുടെയും എന്താണ് ഗുണനഫലം? അതായത് ആദ്യത്തത് ഇൻറ്റു രണ്ടാമത്തെ നമ്പർ. ഓക്കെ, എക്സ് ഇൻറ്റു x+2 ചെയ്തു. അതിൻ്റെ കൂടെ ഒന്ന് കൂട്ടിയാൽ നമുക്ക് എന്ത് കിട്ടും? 289 കിട്ടും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഈസ് ഈക്വൽ ടു 289. ക്വസ്റ്റ്യൻ ക്ലിയർ ആയല്ലോ. ഓക്കെ, കണ്ടുപിടിക്കേണ്ടത് ആ നമ്പേഴ്സ് എത്രയാണ് അല്ലെ. ഈവൺ നമ്പേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെയാണെന്നാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പൊ നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് കിടക്കാം. ഇനി നമുക്ക് ചെയ്യാണ്ട് വലിയ പാടമൊന്നുമില്ല അല്ലെ, വളരെ സിമ്പിൾ ആണ്. നേരെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എക്സ് ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് x² പ്ലസ് എക്സ് ഇൻറ്റു 2 എന്ന് പറയുന്നത് 2x പ്ലസ് ഒരു 1 അവിടെ ഉണ്ട് ഇസ് ഈക്വൽ ടു 289 എന്ന് എഴുതി. ഓക്കെ ആണല്ലോ. ഇവൻ എവിടെയെങ്കിലും കണ്ടുപിടിച്ചുണ്ടോ? നമ്മുടെ x+1 ദി ഹോൾ സ്ക്വയർ അല്ലേ ഇവൻ അല്ലെ. ഈ ഒരു ഫസ്റ്റ് ഐഡന്റിറ്റി വെച്ചിട്ട് എക്സ്പാൻഷൻ ആണ് ഇവിടെ എഴുതിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് x² അവിടെ നിന്ന് എക്സും 1 എന്ന് എഴുതിയാലും 1² എന്ന് എഴുതിയാലും സെയിം തന്നെയാണ് അല്ലെ. അവിടത്തെ 1ഉം എടുക്കാം. ഓക്കെ, ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു 289. ഇനി നമുക്ക് ഇതിൽ നിന്ന് എക്സ് കണ്ടുപിടിക്കാലോ. സ്ക്വയർ ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊടുക്കണം. അപ്പോൾ x+1 മാത്രം ഇവിടെ ബാക്കിയുള്ളൂ. സ്ക്വയർ ഈക്വൽ ടു അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താകും? √289 ആവും. ഇവിടെ വരെ ക്ലിയർ അല്ലേ? നിങ്ങൾക്ക് ചെയ്യാൻ അറിയാവുന്ന കാര്യങ്ങളാണ് കേട്ടോ. ആദ്യത്തെ 2 കാര്യം മാത്രമേ നമ്മൾ പുതിയതായിട്ട് പഠിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ എഴുതി വരേണ്ടതുള്ളൂ. ബാക്കി എല്ലാ കാൽക്കുലേഷൻസും ചെറിയ ക്ലാസ് മുതലേ പഠിക്കുന്നതാണ്. ഓക്കെ, ദാറ്റ് ഈസ് x+1 മിസ് അതുപോലെ തന്നെ എഴുതി ഇസ് ഈക്വൽ ടു √289 എന്ന് പറയുന്നത് എന്തിന്റെ സ്ക്വയർ ആണ്? 17ന്റെ സ്ക്വയർ അല്ലെ. അപ്പോൾ ഇവിടെ വെറുതെ 17 എഴുതരുത്. റൂട്ട് ഉള്ളത് കൊണ്ട് പ്ലസ് ഓർ മൈനസ് എന്താണ്? 17 ആണ്. ഓക്കെ, പ്ലസ് അല്ലെങ്കിൽ മൈനസ് ആകാം. ക്ലിയർ ആണല്ലോ. ഇതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കാനായിട്ട് അറിയാം അല്ലെ. ഒന്നില്ലെങ്കിൽ എന്താണ്? x+1 എന്ന് പറയുന്നത് പോസിറ്റീവ് 17 ആയിരിക്കും, അല്ലെങ്കിൽ x+1 എന്ന് പറയുന്നത് നെഗറ്റീവ് 17 ആയിരിക്കും. ഓക്കെ ആണോ? ഇതിൽ നിന്നും എക്സ് കണ്ടുപിടിക്കാം. ഇവിടെ നോക്കാം. എക്സ് ഇസ് ഈക്വൽ ടു 17 ഇവിടെ ഓൾറെഡി ഉണ്ട്. +1 ഈക്വൽ ടു അപ്പുറത്തോട്ട് പോകുമ്പോൾ -1. സോ എക്സ് എന്ന് പറയുന്നത് 16 വരാം. അല്ലാന്നുണ്ടെങ്കിൽ ഇപ്പുറത്തുണ്ടല്ലോ ഒരു കണ്ടീഷൻ, എക്സ്
ഈസ് ഈക്വൽ ടു -17 ഇവിടെ ഓൾറെഡി ഉണ്ട്. ഓക്കെ, ഇനി +17 അല്ല കേട്ടോ, +1 ഈക്വൽ ടു അപ്പുറത്തോട്ട് പോകുമ്പോൾ -1 ആവും. സോ എക്സ് ഇസ് ഈക്വൽ ടു -18 ആവും. ഓക്കെ അല്ലേ, ക്ലിയർ അല്ലേ? അപ്പൊ എക്സിന്റെ വാല്യൂസ് കിട്ടി. ഇവർ നമ്പേഴ്സ് ആണ് അല്ലെ, സംഖ്യകളായതുകൊണ്ട് നമ്മൾക്ക് പോസിറ്റീവും നെഗറ്റീവും ഇവിടെ പോസിബിൾ ആണ്. സോ നമ്പേഴ്സ് എന്ന് പറയുന്നത് ആരൊക്കെ ആവാം? നമ്പേഴ്സ് എന്ന് പറയുന്നത് പ്രൊഡക്റ്റ് ആണ് കേട്ടോ. അപ്പൊ നെഗറ്റീവ് ഇൻറ്റു നെഗറ്റീവ് പോസിറ്റീവ് നമ്പർ നമുക്ക് ആൻസർ വരും. സോ നമുക്ക് നമ്പേഴ്സ് 16ഉം 18ഉം ആവാം, ഓർ -16ഉം -18ഉം ആവാൻ ചാൻസ് ഉണ്ട്. ഇവരെ തമ്മിൽ എന്താ കണ്ടീഷൻ വെച്ച് ഇൻറ്റു ചെയ്ത് നമ്മൾ +1 ഒക്കെ ചെയ്ത് കഴിഞ്ഞാലും എന്ത് തന്നെ വരും? ഒരു പോസിറ്റീവ് നമ്പർ തന്നെ വരും. ഓക്കെ, യെസ്, വെരി ഗുഡ്, കറക്റ്റ് ആയിട്ട് തന്നെ ആൻസർ എല്ലാം പറയുന്നുണ്ട്. വെരി ഗുഡ്, അടിപൊളി. അങ്ങനെയാണ് നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോയാലോ? യെസ്, ഇപ്പോൾ നമ്മൾ ചെയ്ത ക്വസ്റ്റിന്റെ ആൻസേഴ്സ് ആണ് ഇത്. അപ്പൊ നമുക്ക് അടുത്ത ക്വസ്റ്റിലേക്ക് പോവാം. ഓക്കെ, ഇവൻ വളരെ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റൻ ആണ്. ഫൈൻഡ് 2 numbers വിത്ത് സം 4 ആൻഡ് പ്രൊഡക്റ്റ് 2. ഓക്കെ, അപ്പോൾ 2 നമ്പേഴ്സിന്റെ അവരുടെ സം, അവരുടെ തുക എന്ന് പറയുന്നത് 4ഉം ഗുണനഫലം പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 2ഉമാണെന്നാണ് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ ആ നമ്പേഴ്സ് ആരൊക്കെയാണ്? ഓക്കെ, അപ്പൊ നമുക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ആ നമ്പറിന് ഞാൻ എക്സ് എന്ന് കൊടുത്തു അല്ലെ. ഫസ്റ്റ് നമ്പർ, ആദ്യത്തെ നമ്പറിന് ഞാൻ എക്സ് എന്ന് കൊടുത്തു. ഇവിടെ നോക്കിക്കേ, ആദ്യത്തെ നമ്പർ എക്സ് ആണ്. ആദ്യത്തെ നമ്പറും സെക്കൻഡ് നമ്പറും, ഓക്കെ, സെക്കൻഡ് നമ്പറും കൂട്ടുമ്പോൾ 4 കിട്ടും. അങ്ങനെയാണെങ്കിൽ സെക്കൻഡ് നമ്പർ കണ്ടുപിടിക്കാൻ എക്സിനെ ഈക്വൽ ടു അപ്പുറത്തോട്ട് കൊടുത്താൽ സെക്കൻഡ് നമ്പർ ഇസ് ഈക്വൽ ടു 4 + എക്സ് അപ്പുറത്തോട്ട് പോകുമ്പോൾ -x ആയിരിക്കും. ക്ലിയർ ആണല്ലോ? ഇത് വളരെ സിമ്പിൾ ആയിട്ട് പറഞ്ഞു തരാം. രണ്ടുപേരെയും കൂട്ടുമ്പോൾ എക്സ് കിട്ടും അല്ലെ. രണ്ടുപേരെയും കൂട്ടുമ്പോൾ 4 കിട്ടും. ഒരാൾ എക്സ് ആണെങ്കിൽ രണ്ടാമത്തെ ആള് 4ന്ന് എക്സ് മൈനസ് ചെയ്താൽ പോരെ, കണക്ട് ആയില്ലേ? അപ്പോൾ സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത്, ഒന്നുകൂടി മിസ് പറയാം, ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറും കൂട്ടുമ്പോൾ നമുക്ക് അതുകൂടി ഒന്ന് എഴുതി പോവാം അല്ലെ, ഇനി കൺഫ്യൂഷൻ വേണ്ട. ഫസ്റ്റ് നമ്പറും സെക്കൻഡ് നമ്പറിനെയും തുക സം എന്ന് പറയുന്നത് 4 ആണ്. ഒരാൾ എക്സ് ആണെങ്കിൽ രണ്ടാമത്തെ ആളെ കണ്ടുപിടിക്കാൻ ഈ 4ൽ നിന്നും എക്സ് മൈനസ് ചെയ്താൽ മതി അല്ലെ. ടോട്ടലിൽ നിന്നും ടോട്ടൽ അല്ല, 2 നമ്പേഴ്സ് അല്ലേ, അവരുടെ സമ്മിൽ നിന്നും ഒരാളെ മൈനസ് ചെയ്താൽ കിട്ടും. അപ്പോൾ ദാ സെക്കൻഡ് നമ്പർ എന്ന് പറയുന്നത്, സെക്കൻഡ് നമ്പർ, രണ്ടാമത്തെ നമ്പർ എന്ന് പറയുന്നത് ഈ സമ്മിൽ നിന്നും ആദ്യത്തെ നമ്പർ മൈനസ് ചെയ്യാം. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് എന്താണ് പ്രോഡക്റ്റ്, അവരുടെ ഗുണനഫലം 2 ആണെന്ന് പറയുന്നുണ്ട്. അതായത് ആദ്യത്തെ നമ്പറും രണ്ടാമത്തെ നമ്പറും ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് കിട്ടണം? 2 കിട്ടണം. ഫസ്റ്റ് നമ്പർ നമ്മൾ ഇവിടെ എഴുതിയിട്ടുണ്ട്, എത്രയാണ്? എക്സ് ആണ്. എക്സ് ഇൻറ്റു സെക്കൻഡ് നമ്പർ നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് 4 - എക്സ്. ഇവരെ തമ്മിൽ ഇൻറ്റു ചെയ്യുമ്പോൾ എന്ത് വരും? നമ്മളോട് പറഞ്ഞിട്ടുണ്ട് 2 എന്ന് പറയുന്ന ആളെയാണ് കിട്ടുന്നത്. ഇനി നമുക്ക് നേരെ തന്നെ ചെയ്തു പോകാലോ. യെസ്, ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 4 × x, 4x, x ഇൻറ്റു -x. ഇതാ നോക്കിക്കേ, ഇവിടെ മൈനസ് അല്ലേ കിടക്കുന്നത്. സോ -x² ഈസ് ഈക്വൽ ടു 2 എന്ന് വരും. ക്ലിയർ ആണല്ലോ? ഓക്കെ ആണല്ലോ? x² എപ്പോഴും നമ്മൾ പോസിറ്റീവ് ആയിട്ട് നിർത്തണം അല്ലെ. അപ്പോൾ ഇവിടെയുള്ള ആളുകളെല്ലാം അപ്പുറത്തേക്കും അപ്പുറമുള്ള ആളെല്ലാം ഇപ്പുറത്തേക്കും കൊണ്ടുവരാം. സിമ്പിൾ ആണ്. നേരെ എന്ത് ചെയ്താൽ മതി? സൈൻ ചേഞ്ച് ചെയ്താൽ മതി. അപ്പോൾ ഇതാ നമുക്ക് നേരെ തന്നെ നോക്കാം. x² - x² എന്ന് പറയുന്നത് പോസിറ്റീവ് x² ആകും. ആൻഡ് +4x എന്ന് പറയുന്നത് -4x ആകും. ഇസ് ഈക്വൽ ടു +2 എന്ന് പറയുന്നത് -2 ആകും. ഇവിടെ വരെ ക്ലിയർ അല്ലേ? സെറ്റ് അല്ലേ? ഓക്കെ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം? കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് അപ്ലൈ ചെയ്യേണ്ടി വരും. ഓക്കെ, എന്താണ് ഈ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ്? ഓൾറെഡി നമ്മൾ പഠിച്ചു കഴിഞ്ഞതാണല്ലേ. ഓർക്കുന്നുണ്ടോ അവനെ? അതെ, ഓർത്തിരിക്കണം, കാരണം എക്സാമിന് ഉറപ്പായിട്ടും വരും. ഓക്കെ, കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് ചെയ്യാനായിട്ട്. അപ്പോൾ എന്താണ് ഇവിടെ പറയുന്നത്? എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ പകുതിയുടെ സ്ക്വയർ ലെഫ്റ്റിലും റൈറ്റിലും ആഡ് ചെയ്യണം. അപ്പോൾ നമുക്കിപ്പോൾ കിട്ടിയിരിക്കുന്ന ആരാണ്? കിട്ടിയിരിക്കുന്ന ആളെ മിസ് ചെയ്തുവാണേ. x² - 4x ഈസ് ഈക്വൽ ടു 2. വെറും 2 അല്ലല്ലോ, -2. ഓക്കെ, ഇതാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. ഇനി ഇതാ നോക്കാം, എക്സിന്റെ കോഎഫിഷ്യന്റ്, എക്സിന്റെ കൂടെയുള്ള നമ്പർ ആരാണ്? 4. 4ന്റെ പകുതിയുടെ സ്ക്വയർ, 4ന്റെ പകുതി ആരാണ്? 2ന്റെ സ്ക്വയർ ഇവിടെയും 2ന്റെ സ്ക്വയർ ഇപ്പുറത്തും കൂട്ടണം. എന്താണ്? എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ പകുതിയുടെ സ്ക്വയർ ലെഫ്റ്റിലും റൈറ്റിലും ആഡ് ചെയ്യണം. ഓക്കെ, യെസ്, വെരി ഗുഡ്, കറക്റ്റ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. സോ നമുക്ക് എത്ര വരും ആൻസർ? x² - 4x ഇനി +4 ഈസ് ഈക്വൽ ടു -2 + 4 എന്ന് വരും. ദാറ്റ് ഈസ്
h² മൈനസ് 4h പ്ലസ് 4 ഇസ് ഈക്വൽ ടു -2ഉം +4. രണ്ടും വേറെ വേറെ സൈൻ വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ സൈൻ ഇടണം. 2ആണോ 4ആണോ വലുത്? 4ആണ്. അപ്പോൾ 4ൽ നിന്ന് 2 കുറയ്ക്കണം. അപ്പോൾ 2 എന്ന് വരും. വലുതിന്റെ സൈൻ എന്താണ്? പോസിറ്റീവ്. സോ പോസിറ്റീവ് 2 തന്നെ വന്നു. ഇതാ നോക്കാം. ഇവിടെ നോക്കിക്കേ, a plus b the whole square അല്ലെ, സോറി a minus b the whole square. ഇവിടെ h² അല്ലെ, അവിടെ നിന്ന് x എടുത്തു, നടുക്ക് എന്താണ്? -4 എന്ന് പറയുന്നത് എന്തിന്റെ സ്ക്വയർ? 2ന്റെ സ്ക്വയർ. സോ 2 the whole square is equal to 2 എന്ന് എഴുതി. കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് നേരെ അപ്ലൈ ചെയ്തിരിക്കുന്നു. സെറ്റ് അല്ലേ? ഇനി നമ്മൾക്ക് നേരെ ആൻസറിലോട്ട് കണ്ടുപിടിക്കാലോ. നോക്കാം. സ്ക്വയർ ഈക്വൽ ടു അപ്പുറത്തോട്ട് പോകുമ്പോൾ x-2 ഈസ് ഈക്വൽ ടു സ്ക്വയർ എന്താകും? √2 എന്നാകും. ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? യെസ്. ഇനി നമ്മൾക്ക് നേരെ കണ്ടുപിടിക്കാലോ. വെറും √2 ആണോ? പ്ലസ് ഓർ മൈനസ് വരാൻ ചാൻസ് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ? അപ്പോൾ x-2 ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് √2 എന്ന് വരും. ഓക്കെ അല്ലേ? ആ ഒരു കണ്ടീഷൻ മിസ് അപ്പുറത്തേക്ക് വീണ്ടും ഒന്ന് എഴുതുന്നുണ്ടേ. x-2 ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് √2. ഓക്കെ, അപ്പം പ്ലസ് വരാനും ചാൻസ് ഉണ്ട്, മൈനസ് വരാനും ചാൻസ് ഉണ്ട്. x-2 ഈസ് ഈക്വൽ ടു √2 അല്ലെ, അല്ലെങ്കിൽ x-2 ഈസ് ഈക്വൽ ടു -√2. മൈനസും വരാം പ്ലസും വരാം. ഇവിടെ നോക്കിക്കേ, x ഈസ് ഈക്വൽ ടു √2 ഇവിടെ ഓൾറെഡി ഉണ്ട്. -2 അപ്പുറത്തോട്ട് പോകുമ്പോൾ +2 ആയി മാറും. ഓക്കെ, ഇവിടെ x ഇവിടെ ഉണ്ട്, -√2 അപ്പുറത്തുണ്ട്. -2 അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താകും? +2 ആകും. ഓക്കെ, അപ്പോൾ ഇവിടെ രണ്ട് കണ്ടീഷൻസ് ആണ് വരുന്നത് അല്ലേ? എന്താണ്? x is equal to √2 + 2 അല്ലെങ്കിൽ x is equal to എന്താണ്? -√2 + 2. ഇവിടെ നേരെ തിരിച്ച് ചെയ്താട്ടോ. ഇത് കുറച്ചുകൂടി ഭംഗിയിലാക്കാനായിട്ട് പോസിറ്റീവ് ആദ്യം എഴുതാം. +2 -√2 ഇങ്ങനെ എഴുതാട്ടോ. ഓക്കെ, അപ്പോൾ ഇപ്പോഴാണ് മാത്സിന് ഒരു പൂർണ്ണത വരുന്നത്. ഓക്കെ, ആൻസറിൽ. അപ്പോൾ ഈ രീതിയിൽ എഴുതിയാലും കറക്റ്റ് ആയിട്ട് തന്നെ പറയുന്നത് ഈ രീതിയിൽ എഴുതിയാലും ശരി തന്നെയാണ്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. അപ്പോൾ ഈ നമ്പേഴ്സിന്റെ ക്വസ്റ്റ്യൻ വളരെ 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 ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. സോ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇപ്പോൾ ചെയ്തതിൻ്റെ ആൻസർ ആണ്. ഓക്കെ, റെക്റ്റാങ്കിൾ വെച്ചിട്ടുള്ള ക്വസ്റ്റ്യനും ഈ ചാപ്റ്ററിൽ നിന്ന് ചോദിക്കാൻ സാധ്യതയുണ്ട്. എന്താണ് ഇവിടെ പറയുന്നത്? ഈ റെക്റ്റാങ്കിൾ, ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്, ഒരു ചതുരമുണ്ട്. അവന്റെ പെരിമീറ്റർ ചുറ്റളവ് 60 സെന്റിമീറ്റർ, ഏരിയ പരപ്പളവ് 189 മീറ്റർ. ഓക്കെ, യെസ്, മീറ്റർ അല്ല കേട്ടോ, സെന്റിമീറ്റർ. ഓക്കെ, സെന്റിമീറ്റർ തന്നെയാണ്, രണ്ടുപേരും ഒരേ യൂണിറ്റ് ആട്ടോ. ഓക്കെ, വാട്ട് ഷുഡ് ബി ദി ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്സ്? ഓക്കെ, ലെങ്ത് ആണ് പറഞ്ഞിരിക്കുന്നത്. നമുക്കിവിടെ മീറ്റർ അല്ല, സോറി സെന്റിമീറ്റർ അല്ല, മീറ്റർ ആണ്, ശരിയാണ് കേട്ടോ. ഓക്കെ, മീറ്റർ. ആൻഡ് ലെങ്ത് ഓഫ് ഇറ്റ് സൈഡ്സ്, സൈഡുകൾ കണ്ടുപിടിക്കണം. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് എന്തൊക്കെയാ തന്നിരിക്കുന്നത്? പെരിമീറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ പെരിമീറ്റർ എന്ന് പറയുന്നത്, ചുറ്റളവ് എന്ന് പറയുന്നത് എത്രയാണ്? 60 മീറ്റർ ആണ്. എന്താണ് റെക്റ്റാങ്കിളിന്റെ പെരിമീറ്റർ ചുറ്റളവ് കണ്ടുപിടിക്കാനായി ഇക്വേഷൻ? 2 × L + B. ഈ 2 × L + B അല്ലേ ഈ തന്നിരിക്കുന്ന 60? ഓക്കെ അല്ലേ? ഇതിൽ നിന്നും L + B കണ്ടുപിടിക്കാൻ × 2 = അപ്പുറത്തേക്ക് കൊടുത്താൽ മതി. അപ്പോൾ 2 അപ്പുറത്തേക്ക് പോയാൽ ഇവിടെ ആര് മാത്രമേ ബാലൻസ് ഉള്ളൂ? L + B മാത്രമേ ബാലൻസ് ഉള്ളൂ. 60 ഇവിടെ ഓൾറെഡി ഉണ്ടായിരുന്നു. × 2 = അപ്പുറത്തോട്ട് പോകുമ്പോൾ /2, ദാറ്റ് ഈസ് L + B എന്ന് പറയുന്നത് എത്ര വന്നു? 30 വന്നു. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ എല്ലും ബിയും നമ്മൾക്ക് അറിയില്ല, പക്ഷെ രണ്ടുപേരും തമ്മിൽ കൂട്ടിയാൽ 30 കിട്ടും എന്നറിയാം അല്ലെ, 30 കിട്ടും എന്നറിയാം. അപ്പോൾ ഞാൻ എല്ലിന് x എന്ന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ബി എത്രയായിരിക്കും? രണ്ടുപേരെയും കൂടി കൂട്ടുമ്പോൾ 30. അതിലൊരാൾ x ആണെങ്കിൽ രണ്ടാമത്തെ ആളെ കണ്ടുപിടിക്കാൻ ആ 30ൽ നിന്നും എന്ത് മൈനസ് ചെയ്താൽ മതി? x മൈനസ് ചെയ്താൽ പോരെ? ക്ലിയർ ആണല്ലോ? സെയിം പ്രോബ്ലം ആണ് നേരത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തത്. ഓക്കെ, ഇനി ഇത്രയും കാര്യങ്ങൾ നമ്മൾ കണ്ടുപിടിച്ചു. ഇനി അടുത്ത് എന്താ പറയുന്നത്? ഏരിയ തന്നിട്ടുണ്ട്, പരപ്പളവ് തന്നിട്ടുണ്ട്, 189 ആണെന്ന്. അപ്പൊ അതുകൂടി ഒന്ന് എഴുതിയേക്കാം. ഏരിയ പരപ്പളവ് 189 മീറ്റർ സ്ക്വയർ ആണ്. എന്താണ് റെക്റ്റാങ്കിളിന്റെ ഏരിയയുടെ ഇക്വേഷൻ? ചതുരത്തിന്റെ പരപ്പളവിന്റെ ഇക്വേഷൻ? L × B. അതല്ലേ ഈ 189 തന്നിരിക്കുന്നത്? ലെങ്ത് × ബ്രെഡ്ത്ത്, നീളം × വീതി. ഈ ലെങ്ത്തും ബ്രെഡ്ത്തും നമ്മൾ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അല്ലേ? അപ്പോൾ എല്ലിന് പകരം ഞാൻ x എന്ന് കൊടുക്കാലോ. x × ഇനി ബിക്ക് പകരം 30 - x ആണ്. 30 - x. അതല്ലേ ഈ തന്നിരിക്കുന്ന 189. ഇനി സാധാരണ ചെയ്യുന്ന പോലെ എന്ത് ചെയ്യണം? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യണം. അപ്പൊ നമുക്ക് നേരെ ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. 30 × x, 30x
എക്സ് ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ ഇസ് ഈക്വൽ ടു 189 എന്ന് വരും. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഇവനെയും നമ്മൾക്ക് എന്ത് ചെയ്യാം, എക്സ് സ്ക്വയർ പോസിറ്റീവായിട്ട് നിർത്തണം അല്ലെ. സോ സൈൻ ചേഞ്ച് ചെയ്യാം. അപ്പോൾ എക്സ് സ്ക്വയർ നെഗറ്റീവ് എക്സ് സ്ക്വയർ എന്തായി മാറും, പോസിറ്റീവ് എക്സ് സ്ക്വയർ ആകും. പ്ലസ് 30x എന്താകും, മൈനസ് 30x ആകും. പ്ലസ് 189 എന്താകും, മൈനസ് 189 ആവും. ഇവിടെ വരെ ക്ലിയർ ആണല്ലോ. ഇവിടെ വീണ്ടും നമ്മൾ എന്താ യൂസ് ചെയ്യുന്നത്, കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് അപ്ലൈ ചെയ്യാൻ പോകുന്നു. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? എന്താണ് ഈ കംപ്ലീറ്റിംഗ് സ്ക്വയർ മെത്തേഡ് എന്ന് പറഞ്ഞാൽ, എക്സിന്റെ കോഎഫിഷ്യന്റിന്റെ പകുതിയുടെ സ്ക്വയർ ലെഫ്റ്റിലും റൈറ്റിലും കൂട്ടണം. അപ്പോൾ ദാ മിസ് ഇത് അതുപോലെ തന്നെ എഴുതുന്നുണ്ട്. ഈ സെയിം സ്റ്റെപ്പ് 30x is equal to മൈനസ് 189. ഇനി എക്സിന്റെ കോഎഫിഷ്യന്റ് അതായത് 30ന്റെ പകുതിയുടെ സ്ക്വയർ അതായത് 15 അല്ലേ 30ന്റെ പകുതി, 15 സ്ക്വയർ അവിടെയും ഇവിടെയും നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നു. പ്ലസ് 15 സ്ക്വയർ ഇവിടെയും പ്ലസ് 15 സ്ക്വയർ ചെയ്യുന്നു. ഓക്കെ ആണല്ലോ. ഇതാ ഇവിടെ നമുക്ക് എങ്ങനെ എഴുതാം, എക്സ് ഇവിടെ നടുക്ക് മൈനസ് ആണ്, മൈനസ് 15 ദി ഹോൾ സ്ക്വയർ. ഓക്കെ, എ പ്ലസ് ബി ദി ഹോൾ സ്ക്വയർ ആ എക്സ്പാൻഷൻ ആണ് തൊട്ട് മുകളിൽ കിടക്കുന്നത്. ഇസ് ഈക്വൽ ടു മൈനസ് 189 പ്ലസ് 225 എന്ന് വരും. ദാറ്റ് ഈസ് എക്സ് മൈനസ് 15 ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു രണ്ടും വേറെ വേറെ സൈൻ വന്നാൽ എന്ത് ചെയ്യണം, വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ സൈൻ ഇടണം. ഇവിടെ വലുതെന്ന് പറയുന്നത് 225 ആണ്. അതിൽ നിന്ന് 189 മൈനസ് ചെയ്യുമ്പോൾ എത്രയാണ്, 36 എന്ന് വരും. ഇനി നിങ്ങൾക്ക് കണ്ടുപിടിക്കാൻ വളരെ സിമ്പിൾ ആണ് അല്ലെ. നമുക്ക് നേരെ കണ്ടുപിടിക്കാം. എക്സ് മൈനസ് 15 ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എക്സ് മൈനസ് 15 ദി ഹോൾ സ്ക്വയർ ഇസ് ഈക്വൽ ടു എത്ര വന്നു, 36 എന്ന് വന്നു. ക്ലിയർ ആണല്ലോ. ഇതിൽ നിന്നും എക്സ് കണ്ടുപിടിക്കാം. എക്സ് മൈനസ് 15 അതുപോലെ തന്നെ എഴുതി, സ്ക്വയർ ഈക്വൽ ടു അപ്പുറത്തോട്ട് പോകുമ്പോൾ എന്താകും, റൂട്ട് 36 ആകും. ഓക്കെ അല്ലേ. ദാറ്റ് ഈസ് എക്സ് മൈനസ് 15 ഈസ് ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് എത്രയാ, 6. അപ്പൊ രണ്ട് കണ്ടീഷൻ വന്നിട്ടുണ്ടല്ലേ. ഞാൻ നോക്കിയേക്കാം. എക്സ് മൈനസ് 15 ഈസ് ഈക്വൽ ടു പോസിറ്റീവ് 6 വരാം, എക്സ് മൈനസ് 15 എന്ന് പറയുന്നത് നെഗറ്റീവ് 6 വരാം. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? ഓക്കെ, ഇതിൽ നിന്നും എക്സ് കണ്ടുപിടിക്കാലോ. വേഗം ചെയ്തിട്ടൊന്ന് ആൻസർ പറഞ്ഞു. യെസ്, വെരി ഗുഡ്, കറക്റ്റ് ആൻസർ ഒക്കെ വരുന്നുണ്ട്. അതാ നമുക്ക് നോക്കാം. എക്സ് ഈസ് ഈക്വൽ ടു 6 ഓൾറെഡി ഇവിടെ ഉണ്ട്, മൈനസ് 15 ഈക്വൽ ടു അപ്പുറത്തോട്ട് പോകുമ്പോൾ പ്ലസ് 15 ആവും. ദാറ്റ് ഈസ് എക്സ് ഈസ് ഈക്വൽ ടു എത്ര വന്നു, 21 മീറ്റേഴ്സ് എന്ന് വന്നു. ഓക്കെ ആണല്ലോ, സെറ്റ് ആണല്ലോ. ആൻഡ് ഇനി നമുക്ക് ഓൾറെഡി കണ്ടുപിടിക്കേണ്ട ആവശ്യമില്ല അല്ലേ. നമുക്ക് രണ്ടുപേരെയും തമ്മിൽ പ്ലസ് ചെയ്യുമ്പോൾ എന്ത് വന്നു എന്നൊക്കെ നമുക്ക് ഓൾറെഡി അറിയാം. എന്നാൽ ഈ ഒരു മെത്തേഡിൽ തന്നെ ചെയ്തു പോയേക്കാം. എക്സ് ഇസ് ഈക്വൽ ടു മൈനസ് 6 ഓൾറെഡി ഉണ്ട്, മൈനസ് 15 ഈക്വൽ ടു അപ്പുറത്തോട്ട് പോകുമ്പോൾ പ്ലസ് 15 ആകും. ദാറ്റ് ഈസ് എക്സ് ഇസ് ഈക്വൽ ടു രണ്ടും വേറെ വേറെ സൈൻ വന്നാൽ വലുതിൽ നിന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന്റെ സൈൻ ഇടണം. എത്ര വരും, 9 മീറ്റർ എന്ന് വരും. ഇതാ നോക്കിക്കേ, രണ്ടുപേരും തമ്മിൽ കൂട്ടുമ്പോൾ എത്രയാണ്, 30 വരും അല്ലേ. ഓക്കെ അല്ലേ, സെറ്റ് അല്ലേ? യെസ്. അപ്പോൾ രണ്ടുപേരെയും തമ്മിൽ കൂട്ടുമ്പോൾ 30 വരും എന്ന് ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലേ, എൽ പ്ലസ് ബി. അപ്പോൾ അതാ നോക്കിക്കേ, ലെങ്ത്തും ബ്രെഡ്ത്തും 21 9 ആയിട്ടാണ് കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് കരുതുന്നു. സെറ്റ് അല്ലേ? അങ്ങനെയാണെങ്കിൽ ഇതുപോലൊരു ക്വസ്റ്റ്യൻ ഞാൻ നിങ്ങൾക്ക് ചെയ്യാൻ തരട്ടെ. യെസ്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടി ഞാൻ എല്ലാ തവണയും ക്വസ്റ്റ്യൻ ചെയ്യാൻ തന്നിട്ട് തൊട്ടപ്പുറത്തെ സ്ലൈഡിൽ എന്ത് കാണിക്കും, ആൻസർ കാണിക്കാറുണ്ട് അല്ലേ, കാണിച്ചു പോകാറുണ്ട്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ്റെ സ്ലൈഡിൽ നിന്ന് ഞാൻ ആൻസർ ഓൾറെഡി നേരത്തെ മാറ്റിയിട്ടുണ്ട് അല്ലേ. എപ്പോഴും നിങ്ങൾക്ക് ആൻസർ ഇതിൽ നിന്ന് തന്നെ കാണാൻ പറ്റാറുണ്ട്. പക്ഷേ ഈ ക്വസ്റ്റ്യൻ ഞാൻ ആൻസർ തന്നിട്ടില്ല. അടിപൊളിയായിട്ട് എന്ത് ചെയ്യണം, ഈ ക്വസ്റ്റ്യൻ ഒന്ന് ചെയ്ത് പ്രാക്ടീസ് ചെയ്ത് ആൻസർ നിങ്ങൾ എന്ത് ചെയ്യണം, കമൻ്റ് ആയിട്ടൊന്ന് അറിയിക്കണം. സെറ്റ് അല്ലേ, ക്ലിയർ അല്ലേ? യെസ്. എപ്പോഴും ഞാനാണ് പറ്റിക്കപ്പെടാറ് അല്ലേ. ഇത്തവണ ഞാനതൊന്നും മാറ്റിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ ചെയ്ത് അടിപൊളിയായിട്ട് ആൻസർ ഒന്ന് അറിയിക്കുക. സെറ്റ് അല്ലേ? ഇപ്പോൾ ചെയ്ത സെയിം ക്വസ്റ്റിൻ്റെ മോഡൽ തന്നെയാണ് കേട്ടോ ഈ ഒരു ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ എന്താണ് പറയുന്നത്, പ്രൊഡക്റ്റ് ഓഫ് 2 കോൺസിക്യൂട്ടീവ് മൾട്ടിപ്പിൾസ് ഓഫ് 8 അല്ലേ. ഇവിടെ നോക്കിക്കേ, 8ന്റെ ഗുണനങ്ങൾ അല്ലെ, അടുത്തടുത്ത് കിടക്കുന്ന 8ന്റെ ഗുണനങ്ങളുടെ പ്രൊഡക്റ്റ് അവരെ തമ്മിൽ നമ്മൾ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ എന്ത് കിട്ടും, 786 കിട്ടും. ഓക്കെ, റൈറ്റ് ദിസ് സ്റ്റേറ്റ്മെന്റ് ഇൻ ഓൾജിബ്രൈക് ഫോം. ഓക്കെ, ഒന്നുമില്ല, എക്സ് വെച്ചിട്ട് ഈ സ്റ്റേറ്റ്മെന്റ് എഴുതാൻ നമ്മൾ സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ. അപ്പോൾ നമുക്ക് മൾട്ടിപ്പിൾ ഓഫ് 8, അപ്പോൾ ഫസ്റ്റ് നമ്പറിന് അല്ലെ, ആദ്യത്തെ മൾട്ടിപ്പിൾ ഓഫ് 8 നമുക്ക് അറിയില്ല. സ്വാഭാവികമായിട്ടും അറിയാത്ത ആൾക്ക് കൊടുക്കുന്ന പേര് എക്സ് എന്ന് കൊടുത്തു. അപ്പോൾ 8ന്റെ ഗുണനങ്ങൾ എന്ന് പറഞ്ഞാൽ 8, 16,
24 എക്സെട്ര ഇങ്ങനെ പോകും അല്ലേ. അപ്പൊ ആദ്യത്തത് ഞാൻ എക്സ് ആയിട്ട് എടുത്താൽ രണ്ടാമത്തത് എക്സ് പ്ലസ് 8 അല്ലേ. 8ന്റെ ഗുണനം എന്ന് പറഞ്ഞാൽ 8 അല്ലേ ഇങ്ങനെ ആഡ് ചെയ്ത് പോകുന്നത്. ഏതൊക്കെ എന്തല്ലേ അരിത്തമെറ്റിക് സീക്വൻസ് എന്ന് പറയുന്ന ഏറ്റവും വലിയ ചാപ്റ്റർ ഒക്കെ പഠിച്ചാൽ നമുക്ക് ഭയങ്കര സിമ്പിൾ ആണ്. ഓക്കെ, അപ്പോൾ ദാ നെക്സ്റ്റ് അല്ലെ, സെക്കൻഡ് മൾട്ടിപ്പിൾ ഓഫ് 8 എന്ന് പറയുന്നത് എന്തായിരിക്കും? എക്സ് പ്ലസ് 8 ആയിരിക്കും. ഓക്കെ അല്ലേ. ഇനി നമ്മളോട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇവരെ തമ്മിൽ ഇൻറ്റു ചെയ്താൽ, പ്രൊഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഗുണനഫലം. ഇവർ തമ്മിൽ ഇൻറ്റു ചെയ്ത് കഴിഞ്ഞാൽ 786 വരും എന്നാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ രണ്ടുപേരെയും തമ്മിൽ നമുക്ക് ഇൻറ്റു ചെയ്തേക്കാം. എക്സ് ഇൻറ്റു എക്സ് പ്ലസ് 8 ചെയ്ത് കഴിഞ്ഞാൽ എത്ര വരും? 786. 86 ആണോ? 86 ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇവിടെ നിന്ന് നമുക്ക് എന്ത് ചെയ്യാം? ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്യാം. എക്സ് ഇൻറ്റു എക്സ് എന്ന് പറയുന്നത് എക്സ് സ്ക്വയർ പ്ലസ് എക്സ് ഇൻറ്റു 8 എന്ന് പറയുന്നത് 8x ഇസ് ഈക്വൽ ടു 786. ഓക്കെ അല്ലേ. ഈ രീതിയിലാണ് ഓൾജിബ്രിക് ഫോമായിട്ട് എഴുതാൻ പറഞ്ഞിരിക്കുന്നത്. സെറ്റ് അല്ലേ. ഇനി സാധാരണ ചെയ്യുന്നത് പോലെ തന്നെ എന്താ, കംപ്ലീറ്റ് സ്ക്വയർ മെത്തേഡ് യൂസ് ചെയ്ത് നമുക്ക് 8ന്റെ അല്ലെ, ഇവിടെ എക്സിന്റെ കോഎഫിഷ്യന്റ് പകുതിയുടെ സ്ക്വയർ ലെഫ്റ്റിലും റൈറ്റിലും ആഡ് ചെയ്ത് ആൻസറിലേക്ക് എത്താൻ പറ്റും. കുഴപ്പമില്ലല്ലോ, സെറ്റ് ആണല്ലോ. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ അടിപൊളിയായിട്ട് ചെയ്യത്തില്ലേ? അപ്പോൾ ഈ രണ്ട് ക്വസ്റ്റ്യൻസും സൂപ്പറായിട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യണം? കമൻ്റ് ആയിട്ടൊന്ന് അറിയിക്കണം. സെറ്റ് അല്ലേ, ക്ലിയർ അല്ലേ? അപ്പോൾ ഇതെല്ലാം റിപ്പീറ്റ് ചെയ്ത് വരുന്ന ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ടാണ് കേട്ടോ മിസ് ഇത് പോവാത്തത്, അല്ലെങ്കിൽ അടുത്ത ക്വസ്റ്റ്യനിലേക്ക് എത്തുന്നത്. ഇത് ഓൾറെഡി നമ്മൾ ചെയ്ത ക്വസ്റ്റ്യൻ ആണ്, ഓൾറെഡി ചെയ്ത് പഠിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആയതുകൊണ്ട് നിങ്ങൾ എന്ത് ചെയ്യണം? അതെല്ലാം വീണ്ടും ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നോക്കണം. അപ്പോൾ അതിൻ്റെ ആൻസർ ഞാൻ പ്രതീക്ഷിക്കുന്നു അടിപൊളിയായിട്ട് ചെയ്ത് കമൻ്റ് ആയിട്ട് അറിയിക്കുക. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കിക്കേ. നല്ലൊരു വെറൈറ്റി ക്വസ്റ്റ്യൻ അല്ലേ. ഈ എക്സ് സ്ക്വയർ മൈനസ് 1നെ രണ്ട് ഫസ്റ്റ് ഡിഗ്രി പോളിനോമിയലിന്റെ പ്രൊഡക്റ്റ് ആയിട്ട് എഴുതാൻ വെരി സിമ്പിൾ. എക്സ് സ്ക്വയർ മൈനസ് 1, ദാറ്റ് മീൻസ് എക്സ് സ്ക്വയർ മൈനസ് വെറുതെ 1നെ നമുക്ക് 1 സ്ക്വയർ എന്ന് എഴുതാലോ. 1 തന്നെയല്ലേ. ഇവനെ കണ്ടുപരിചയമുണ്ടോ? എക്സ് സ്ക്വയർ മൈനസ് 1 സ്ക്വയർ അല്ലെ, എവിടെയോ കേട്ട് പരിചയമുണ്ടല്ലേ. അതായത് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറയുന്ന ഫോമിലല്ലേ കിടക്കുന്നത്. എന്താണ് എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ? എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി. ഓക്കെ അല്ലേ. എക്ക് പകരം കിടക്കുന്നത് എക്സ്, അപ്പോൾ എക്സ് പ്ലസ് ബി, ബിക്ക് പകരം കിടക്കുന്നത് 1, എക്സ് പ്ലസ് 1 ഇൻറ്റു എക്സ് മൈനസ് 1 എന്ന് പറയുന്ന ഫോമാറ്റിൽ നേരെ തന്നെ നമ്മൾക്ക് എഴുതാൻ സാധിക്കും. എങ്ങനെയുണ്ട്? 1 മാർക്ക് ക്വസ്റ്റ്യൻ, വെരി ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. ഓക്കെ, സെറ്റ് അല്ലേ, ക്ലിയർ അല്ലേ? ഈ ക്വസ്റ്റ്യൻ വെച്ച് വന്നു കഴിഞ്ഞാൽ അടിപൊളി ചെയ്യാൻ പറ്റുമല്ലോ. ക്ലിയർ? ഓക്കെ, സോ നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോയാലോ. ഓക്കെ, നമുക്ക് ഒരു ക്വസ്റ്റ്യൻ കൂടി ഒന്ന് ചെയ്ത് നോക്കാം. യെസ്, ഒരു ക്വസ്റ്റ്യൻ കൂടി ചെയ്ത് നോക്കാം. ഈച്ച് സൈഡ് ഓഫ് എ സ്ക്വയർ. ഓക്കെ, ഒരു സ്ക്വയർ ഉണ്ടായിരുന്നു, ഒരു സമചതുരം ഉണ്ടായിരുന്നു. ഈ സ്ക്വയറിന്റെ എല്ലാ സൈഡും 2 മീറ്റർ വെച്ച് കുറഞ്ഞു. അപ്പോൾ ആദ്യത്തെ സ്ക്വയറിന്റെ സൈഡ് നമുക്ക് അറിയില്ല. ആദ്യം നമ്മുടെ സ്ക്വയർ സമചതുരത്തിന്റെ വശങ്ങൾ എക്സ് ആണെങ്കിൽ രണ്ടാമത്തെ സ്ക്വയർ അല്ലെങ്കിൽ ആ സ്ക്വയറിന്റെ എല്ലാ വശങ്ങളും 2 മീറ്റർ കുറഞ്ഞു എന്ന് പറഞ്ഞാൽ ഇപ്പോൾ നമ്മുടെ കഥാനായകന്റെ അല്ലെ, നമ്മുടെ ഹീറോന്റെ സൈഡുകളെല്ലാം കുറഞ്ഞു. എത്ര മീറ്റർ? 2 മീറ്റർ. എക്സിൽ നിന്നും എത്ര കുറയ്ക്കണം? എക്സ് മൈനസ് 2, 2 മീറ്റർ കുറയ്ക്കണം. അപ്പോൾ ഇവന്റെ ഏരിയ എന്ന് പറയുന്നത് 49 ആയി എന്നാണ് പറയുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ആദ്യത്തെ സ്ക്വയറിന്റെ സൈഡ് എത്ര? അതായത് നമ്മുടെ എക്സ് എത്ര എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ അതാ നോക്കിക്കേ, നമ്മുടെ സെക്കൻഡ് സ്ക്വയർ അല്ലെ, രണ്ടാമത്തെ സ്ക്വയറിന്റെ സൈഡ് എന്ന് പറയുന്നത് എക്സിൽ നിന്നും 2 മീറ്റർ കുറഞ്ഞു. അപ്പോൾ എക്സ് മൈനസ് 2 ആയി. ഓക്കെ, എക്സ് മൈനസ് 2 ആയപ്പോൾ ഇവന്റെ ഏരിയ, പരപ്പളവ് എന്ന് പറയുന്നത് എന്തായി? 49 ആയി എന്ന് പറയുന്നുണ്ട്. ഓക്കെ, 49 ആയി. എന്താണ് ഈ ഏരിയ എന്ന് പറഞ്ഞാൽ? ഏരിയ, പരപ്പളവ്, വശം ഇൻറ്റു വശം, സൈഡ് ഇൻറ്റു സൈഡ് അല്ലേ ഈ 49 എന്ന് പറയുന്നത്. സൈഡ് നമ്മൾക്ക് അറിയാം എത്രയാണ്? എക്സ് മൈനസ് 2. അപ്പോൾ എക്സ് മൈനസ് 2 ഇൻറ്റു എന്താണ്? എക്സ് മൈനസ് 2, ദാറ്റ് ഈസ് 49 എന്ന് വരും അല്ലെ. എക്സ് ഇൻറ്റു എക്സ്, എക്സ് സ്ക്വയർ, 2 ഇൻറ്റു 2, 2 സ്ക്വയർ, y ഇൻറ്റു y, y സ്ക്വയർ, z ഇൻറ്റു z, z സ്ക്വയർ. അങ്ങനെയാണെങ്കിൽ എക്സ് മൈനസ് 2 ഇൻറ്റു എക്സ് മൈനസ് 2 എന്ന് പറഞ്ഞാൽ എക്സ് മൈനസ് 2 ദി ഹോൾ സ്ക്വയർ എന്ന് എഴുതാലോ. സെറ്റ് അല്ലേ? അപ്പോൾ മിസ് എഴുതാൻ പോകുന്നു എക്സ് മൈനസ് 2 ദി ഹോൾ സ്ക്വയർ അല്ലേ ഈ 49 തന്നിരിക്കുന്നത്. ഇതിൽ നിന്നും സ്ക്വയർ ഈക്വൽ ടു അപ്പുറത്തേക്ക് കൊടുക്കാലോ. യെസ്, സ്ക്വയർ ഈക്വൽ ടു അപ്പുറത്തോട്ട് പോയാൽ ഇവിടെ ഇനി ആര് മാത്രമേ ബാലൻസ് ഉള്ളൂ? എക്സ് മൈനസ് 2 മാത്രമേ ബാലൻസ് ഉള്ളൂ. സ്ക്വയർ ഈക്വൽ ടു അപ്പുറത്തോട്ട് പോയപ്പോൾ റൂട്ട്
എന്തായി 7 ആയി. ഓക്കെ അല്ലേ? ദാറ്റ് ഈസ് x-2 ഈസ് ഈക്വൽ √7 അല്ല, ഞാൻ ആൻസർ ഓൾറെഡി പറഞ്ഞു പോയി. ഓക്കെ, √49. √49ന്റെ ആൻസർ ആണ് എന്ത്? 7. അപ്പോൾ നിങ്ങൾ ചോദിക്കും അതെന്താ മിസ്സേ പ്ലസ് ഓർ മൈനസ് എഴുതാത്തത്? ഇവിടെ നമ്മൾ മെഷർമെന്റ്സ് ആണ് പറയുന്നത് അല്ലേ, അളവുകളാണ്. അളവുകൾ നമ്മൾ എപ്പോഴെങ്കിലും പറയാറുണ്ട്? നെഗറ്റീവ്സിൽ പറയോ? ഇല്ല. നമ്പേഴ്സിന്റെ ക്വസ്റ്റ്യൻ വരുമ്പോൾ നെഗറ്റീവ് വരും, അല്ലാതെ മെഷർമെന്റ്സ് എല്ലാം നമ്മൾ പോസിറ്റീവ് അല്ലെ, ഡിസ്റ്റൻസ് മെഷർമെന്റ്സ് എല്ലാം നമ്മൾ നെഗറ്റീവിൽ പറയില്ല, പോസിറ്റീവിൽ പറയുള്ളൂ. സോ ഇവിടെ നമ്മൾ പോസിറ്റീവ് 7 തന്നെ കൊടുത്തു. ഇതാ എക്സ് കണ്ടുപിടിക്കാൻ -2 = അപ്പുറത്തേക്ക് കൊടുക്കാം. x = 7 ഇവിടെ ഓൾറെഡി ഉണ്ട്. -2 = അപ്പുറത്തോട്ട് പോകുമ്പോൾ +2 ആവും. സോ x = എത്ര വന്നു? 9 വന്നു. ഇവനല്ലേ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. സെറ്റ് അല്ലേ? ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു ആൻസർ മനസ്സിലായി എന്ന് കരുതുന്നു. അപ്പോൾ അടിപൊളി ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ചെയ്തത് അല്ലേ? യെസ്. അപ്പോൾ ഇതിലെ മോർ ക്വസ്റ്റ്യൻസ് ബാക്കി നമ്മൾ അടുത്ത ക്ലാസ്സുകളിലായിട്ട് ഡിസ്കസ് ചെയ്യും. അപ്പോൾ ഇന്നെടുത്ത മോർ ക്വസ്റ്റ്യൻസ് ഒക്കെ എല്ലാവർക്കും അടിപൊളിയായിട്ട് മനസ്സിലായല്ലോ? സെറ്റ് അല്ലേ? കഴിഞ്ഞിട്ടില്ല. ഇനിയും നമുക്ക് കൂടുതൽ മോർ ക്വസ്റ്റ്യൻസ് ആയിട്ട് അടുത്ത ക്ലാസ്സിൽ കാണാം. ഓക്കെ, അപ്പോൾ ബൈ ബൈ, സീ യു ഗൈസ്.